ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീമാർ ജനകീയ വിചാരണ ചെയ്യപ്പെട്ടതും 9 ദിവസം അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെട്ടതും കേരള രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അവർക്ക് ജാമ്യം കിട്ടിയെങ്കിലും കേസ് നിലനിൽക്കുന്നതിനാൽ ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരം വൈകാരിക വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ സത്വരമായി ഇടപെടും എന്നതിൽ തർക്കമില്ല. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഇത്തരം വിഷയങ്ങൾ തലനാരിഴകേറി വിശകലനം ചെയ്യുകയും ചെയ്യും. രാജ്യത്തെ എല്ലാ ദേശീയ പാർട്ടികൾക്കും വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിലപാടുണ്ടാവുക സ്വാഭാവികമാണ്. കാവേരി നദീജല വിഷയത്തിൽ കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കോൺഗ്രസിനും BJPക്കും വ്യത്യസ്ത നിലപാടായിരിക്കും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പാർട്ടി ഘടകങ്ങൾക്ക് വ്യത്യസ്ത നിലപാടുണ്ടാകും. ക്രൈസ്തവരോടുള്ള സമീപനത്തിലും വിവിധ പാർട്ടികളുടെ വിവിധ സംസ്ഥാന ഘടകങ്ങൾക്ക് വ്യത്യസ്ത നിലപാടാണുള്ളത്. എന്നാൽ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഇത്തരം ഭിന്ന നിലപാട് സ്വീകരിക്കുന്നത് ആശാവഹമല്ല. ഇവിടെയാണ് ഛത്തീസ്ഗഡ് BJPക്കും അവരുടെ സർക്കാരിനും പിഴച്ചിരിക്കുന്നത്. കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ദുർഗ് സെൻട്രൽ ജയിലിലായ ആദ്യ ദിനങ്ങളിൽ അറസ്റ്റിലേക്ക് നയിക്കാനിടയായ കാരണങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടതെങ്കിൽ ജാമ്യം ലഭിച്ചതോടെ ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നതിലായി തർക്കം. നിരപരാധികളായ 2 സഹോദരിമാരും ഒരു ആദിവാസി യുവാവും അകാരണമായി ജയിലിൽ അടയ്ക്കപ്പെട്ടത് കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ സമൂഹ മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിച്ചു. കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി തന്നെ ഈ കന്യാസ്ത്രീകൾക്കൊപ്പം നിലകൊണ്ടു. എന്നാൽ ചില തീവ്ര ഹിന്ദുത്വ ശക്തികൾ അവരുടെ സംഘടനകളുടെ നിലപാടിനൊപ്പം നിൽക്കുകയും അറസ്റ്റിനെ ന്യായീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലും കേരളത്തിലെ BJP നേതൃത്വം വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത്. മുൻ കേന്ദ്രമന്ത്രിയും വ്യവസായിയുമായ രാജീവ് ചന്ദ്രശേഖറുടെ നേതൃത്വത്തിൽ ചുമതലയേറ്റ കേരളത്തിലെ BJP നേതൃത്വം നേരിടുന്ന ആദ്യ അഗ്നിപരീക്ഷണമായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംഭവം. ഈ പരീക്ഷണത്തിൽ രാജീവ് ചന്ദ്രശേഖറും വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും അടങ്ങുന്ന നേതൃത്വം ഏറെക്കുറെ വിജയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഛത്തീസ്ഗഡിലെ BJP സർക്കാരിന്റെ നടപടികളും നിലപാടുകളും സ്വാഭാവികമായും കേരളത്തിലെ BJPക്ക് വലിയ പ്രഹരമുണ്ടാക്കുന്നതായിരുന്നു. മുഖ്യമന്ത്രി തന്നെ അറസ്റ്റിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നതും പ്രോസിക്യൂഷൻ കോടതിയിൽ നിലപാട് കടുപ്പിച്ചതും കേസിന്റെ ഗതിയിൽ നിർണായകമായിരുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം പിടിച്ച സംസ്ഥാനത്ത് തങ്ങളുടെ ശക്തമായ പിന്തുണക്കാരായ ബജ്രംഗ് ദളിനെ പിണക്കാൻ ഛത്തീസ്ഗഡിലെ BJPക്ക് കഴിയില്ല. ദേശീയ തലത്തിലും കന്യാസ്ത്രീമാർക്ക് പരസ്യ പിന്തുണ നൽകാൻ BJPക്ക് ആകില്ല. ഈ 2 പ്രതിസന്ധികളായിരുന്നു രാജീവ് ചന്ദ്രശേഖറിനും ടീമിനും മുന്നിൽ ഉണ്ടായിരുന്നത്. പാർലമെന്റിൽ ചർച്ച ചെയ്യാനോ പ്രോസിക്യൂഷനോട് കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ നിർദ്ദേശിക്കാനോ BJP കേന്ദ്ര നേതൃത്വത്തിനും കേന്ദ്ര സർക്കാരിനും കഴിയുമായിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖറിന് തുണയായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള അടുപ്പമാണ്. അദ്ദേഹം അത് ഭംഗിയായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. വിഷയത്തിന്റെ സങ്കീർണതയും ഇടപെടലിന്റെ വിവരങ്ങളും സഭാ നേതൃത്വത്തെ നേരിട്ട് ധരിപ്പിക്കുന്നതിലും രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു എന്ന് വേണം കരുതാൻ. സംഭവം വാർത്തയായപ്പോൾ തന്നെ അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചതും നിർണായകമായി. ഇതിനിടെ കേരളത്തിലെ BJP നേതാക്കളിൽ നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനമുണ്ടായതും രാജീവ് ചന്ദ്രശേഖറിനും അദ്ദേഹത്തിന്റെ ടീമിനും പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. കേരളത്തിലെ തീവ്ര ഹിന്ദുത്വ ശക്തികൾ കടുത്ത വിമർശനമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സംഭവത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ ബജ്രംഗ് ദളും ഛത്തീസ്ഗഡ് സർക്കാരും പ്രതിക്കൂട്ടിലാവുകയാണ്. ജനകീയ വിചാരണയും അന്യായ തടങ്കലും ന്യായീകരിക്കാൻ അവർ പ്രയാസപ്പെടും. മതപരിവർത്തനവും മനുഷ്യക്കടത്തും പോലുള്ള കടുത്ത വകുപ്പുകൾ കേവലം ആരുടെയെങ്കിലും ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ചുമത്താവുന്നതല്ല. നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നിയമം നോക്കുകുത്തിയാകുന്നതിൽ പൊതുസമൂഹത്തിന്റെ ആശങ്ക ഇരട്ടിപ്പിക്കുന്നതാണ് ഛത്തീസ്ഗഡ് സംഭവം. ഈ സംഭവം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ കേരളത്തിൽ നിന്നുള്ള UDF LDF MPമാർ സമർത്ഥമായി ഇടപെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുടെയും കർക്കശമായ നിലപാടുകൾ എടുത്തു പറയേണ്ടതാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും CPMും CPIയും കേരള കോൺഗ്രസ് പാർട്ടികളും RSPയും ശക്തമായ ഇടപെടലുകളാണ് നടത്തിയത്. പാർലമെന്റിലും പുറത്തും MPമാർ സ്വീകരിച്ച നിലപാട് വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നതായിരുന്നു. MPമാരുടെയും MLAമാരുടെയും നേതാക്കളുടെയും ജയിൽ സന്ദർശനവും ഇടപെടലുകളും കേന്ദ്ര ഛത്തീസ്ഗഡ് സർക്കാരുകൾക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിച്ചത്. അമിത്ഷാ തന്നെ കേരള MPമാരുമായി വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായതും ഇതുകൊണ്ടാണ്. CBCIയും KCBCയും ഏകസ്വരത്തിൽ കന്യാസ്ത്രീമാർക്കൊപ്പം നിലകൊള്ളുകയും ക്രൈസ്തവ സഭ ഒന്നടങ്കം പ്രതിഷേധിക്കുകയും ചെയ്തു. എല്ലാ രൂപതകളിലും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. സ്ത്രീകളടക്കം ആയിരങ്ങൾ തെരുവിലിറങ്ങി. വിവിധ ക്രൈസ്തവ സഭകളും പ്രതിഷേധത്തിൽ അണിനിരന്നു. ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമെല്ലാം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഇതെല്ലാം BJP കേന്ദ്ര നേതൃത്വത്തെ സ്വാധീനിക്കുക തന്നെ ചെയ്തു. പ്രധാനമന്ത്രി തന്റെ ദൂതനായി രാജീവ് ചന്ദ്രശേഖറെ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെയും CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും അടുക്കലേക്ക് അയച്ചത് ഇതിനാലാകണം. എത്രയും പെട്ടെന്ന് കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടണം എന്ന നിലപാടിലേക്ക് BJPയും കേന്ദ്ര സർക്കാരിനെയും എത്തിക്കുന്നതിൽ ഈ പ്രതിഷേധങ്ങൾ വഴിവെച്ചു. അനീതിക്കെതിരെ പൊതുമനസാക്ഷി ഉണരുമെന്നും സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദമുയർത്താൻ ഭയക്കാത്തവർ രാജ്യത്തെമ്പാടുമുണ്ടെന്നും കൂടി തെളിയിക്കുന്നതായി ഛത്തീസ്ഗഡ് സംഭവം. പ്രതീക്ഷാ നിർഭരമായ ഒരു അവസ്ഥയാണിത്. മാധ്യമങ്ങളുടെ ജാഗ്രതയോടെയുള്ള ഇടപെടൽ ഇത്തരം ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിൽ നിർണായകമായി. സന്യസ്തർ ലാഭേച്ഛയില്ലാതെ നടത്തുന്ന നിസ്വാർത്ഥ സേവനങ്ങളെ തിരിച്ചറിയാനും ചർച്ച ചെയ്യാനും ഇട നൽകിയതിലൂടെ 2 കന്യാസ്ത്രീകൾ സഹിച്ച യാതനകളും ത്യാഗങ്ങളും വൃഥാവിലാവില്ല എന്ന് സമാധാനിക്കാം.